ഡാമിൽ ജലനിരപ്പ് ഉയരുന്നതോടെ ആ തുരങ്കം അടച്ചിട്ടുണ്ട് എന്നാണ്. ഇത് ശരത് ഇത് ഷട്ടർ തുറക്കുകയാണ്. ഷട്ടർ തുറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതാ ഷട്ടർ തുറക്കുകയാണ്. ഏകദേശം മൂന്നാമത്തെ ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. ഈ വെള്ളം ഇപ്പോൾ ഒഴുക്കിവിടുകയാണ്. എല്ലാവരും ഇത്രയും നേരം കാത്തുനിന്ന, അതുപോലെ തന്നെ ഇതിന് മറ്റൊരു വശമുണ്ട്. എല്ലാ പുഴകളിലും ജലം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. മീൻ പിടിക്കാൻ ഈ സമയത്ത് മുൻകാലങ്ങളിലൊക്കെ തന്നെ ആളുകൾ മീൻ പിടിക്കാൻ പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഷട്ടർ തുറക്കുന്ന സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരിക്കലും പോകാൻ പാടില്ല എന്നും നേരത്തെ ചിലർ മരിക്കാനിടയായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ മീൻ പിടിക്കാൻ പോയിട്ട്. അതുകൊണ്ട് തന്നെ പുഴകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഒരു തരത്തിലും ആ രീതിയിൽ പുഴകളിലോ തോടുകളിലോ ഇറങ്ങരുതെന്ന ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കബനി നദി അടക്കമുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. പുതുച്ചേരി കടവ് വഴിയാണ് ഈ വെള്ളം ഒഴുകിപ്പോവുക. പനമരം കൂടൽക്കടവ് വഴി കബനി നദിയിലേക്കാണ് എത്തിച്ചേരുക. കബനി നദിയിൽ ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. ഈ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കക്കയത്തെ ജലവൈദ്യുത പദ്ധതിക്ക് കൂടുതൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അവിടേക്ക്. അതുകൊണ്ട് ഇന്നലെ കുറച്ച് വെള്ളം അവിടേക്ക് ഒഴുക്കി വിട്ടിട്ടുണ്ടായിരുന്നു. തുരങ്കം വഴിയാണ് അത് ഒഴുക്കിവിടാറുള്ളത്. ഇന്ന് ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ തുറക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. മഴ കനക്കുകയാണ്. അപ്പോൾ ജലനിരപ്പ് ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഷട്ടറുകൾ ഉയർത്താനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. ഏകദേശം